ഹലോ, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മളൊരു ദിവസം ഓപ്പണിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്ലോസിംഗ് ആണ്. സമയം 7 മണി ആയിട്ടേ ഉള്ളൂ. 9-9:30 ക്ലോസ്. പുറത്തൊക്കെ നമുക്ക് നോക്കിയാൽ കാണാം, വലുതായിട്ട് ആൾക്കാരോ കാര്യങ്ങളൊന്നുമില്ല, എല്ലാം എംറ്റി. ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് ടേബിൾസും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി ഇട്ട് കഴിഞ്ഞാൽ നാളെ ഒരു ഇവന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല ബിസി ആയിരിക്കും രാവിലെ തൊട്ട്. നമ്മൾ അതുപോലെ തന്നെ ഈ ബോക്സ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ടേബിളും ഇതെല്ലാം ക്ലീൻ ചെയ്ത് ഇവിടെ ഗ്ലാസ് ഒക്കെ ഫില്ല് ചെയ്തു. അവിടെ നമ്മൾ ഓൾറെഡി 2 യെല്ലോ ബോക്സ് 12 ഇഞ്ചിന്റെ റെഡിയാക്കി വെച്ചു. ഇനി ഒരെണ്ണം കൂടെ ചെയ്ത് വെക്കണം. അത് മിക്കവാറും നാളത്തെ രാവിലെ ആൾ വന്ന് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് അടുത്ത ആൾക്കാർ ചെയ്തോളൂ. ഇനി നമുക്ക് ഈ തറയൊക്കെ ബ്രഷും കംപ്ലീറ്റ് ആണ്. ഞാൻ ഏകദേശം ഒരു സൈഡ് കംപ്ലീറ്റ് ആക്കി ഒതുക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു സൈഡും വാഷ്റൂമും ഒന്ന് ജസ്റ്റ് ബ്രഷ് ചെയ്യണം. നമ്മുടെ സെയിം ഷെഫാ, ഓപ്പണിങ്ങിന് നമ്മൾ കണ്ട അതേ ഷെഫാ. പുള്ളി മോർ ദാൻ 25 ഇയേഴ്സിന് മുകളിൽ എക്സ്പീരിയൻസ് ഇറ്റലിയിലുള്ള ആളാണ്. അപ്പോൾ നമുക്ക് ഡിസ്റ്റർബ് ചെയ്യണ്ട. അങ്ങനെ നമ്മളിവിടെ ബ്രഷ് എല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതുപോലത്തെ 1-2 കട്ട്ലറി ബോക്സ് ഉണ്ട്. അതിൻ്റെ അകത്ത് നൈഫും ഫോർക്കും ഒന്ന് റീഫിൽ ചെയ്താൽ മതി. ഇതിലാണ് നമ്മൾ സെർവ് ചെയ്യുന്നത്. ഈ ബോക്സും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം എല്ലാ ടേബിൾസും ക്ലീൻ ആണ്, ഇൻസൈഡ് ആയിരുന്നാലും ഔട്ട് സൈഡ് ആയിരുന്നാലും. അതിനുശേഷം ഈ ഫ്രിഡ്ജ്, കുറച്ച് ഡ്രിങ്ക്സ്, നമ്മൾ ഫ്രിഡ്ജിൽ ഡ്രിങ്ക്സ് എല്ലാം ഫില്ല് ചെയ്ത് കുറച്ച് പെറോണീസ് മാത്രമേ ഫില്ല് ചെയ്യാനുള്ളൂ, ബിയർ മാത്രമേ ഫില്ല് ചെയ്യാനുള്ളൂ. ബാക്കി സോഫ്റ്റ് ഡ്രിങ്ക്സ് ഓൾമോസ്റ്റ് എല്ലാം ഫില്ല് ആയിട്ടുണ്ട്. കിച്ചൺ ഇവിടെയും മോപ്പ് ചെയ്തിട്ടുണ്ട്, ഇവിടെയും മോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ഡ്രൈ ആയതിനു ശേഷം വേണം ഈ അഴുക്ക വെള്ളം നമ്മൾ ബിൻ ചെയ്തിട്ട് വീണ്ടും അടുത്ത വാട്ടർ ഫില്ല് ചെയ്ത് ഈ ഡൈനിങ് ഏരിയ വീണ്ടും നമുക്ക് മോപ്പ് ചെയ്യാനുണ്ട്. നമ്മൾ ജസ്റ്റ് കിച്ചൺ മാത്രമേ ചെയ്തുള്ളൂ. കിച്ചണിൽ വേറെ വെള്ളം യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ മോപ്പും വേറെ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ ഡൈനിങ് ഏരിയയും വേറെ യൂസ് ചെയ്യുന്നത്. 2 ഡിഫറൻറ്റ് വെള്ളവും അതുപോലെ തന്നെ ഡിഫറൻറ്റ് മോപ്പോ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഡ്രൈ ആവട്ടെ, ആ ടൈം കൊണ്ട് നമുക്ക് ഈ പുറത്ത് എല്ലായിടത്തും ബ്രഷ് ചെയ്യണം. ഇപ്പോൾ ആൾക്കാർ ഫുഡ് കഴിച്ച വേസ്റ്റ് ഒക്കെ അവിടെ വീണിട്ടുണ്ടെങ്കിൽ നമുക്ക് അതെല്ലാം ബ്രഷ് ചെയ്യണം. അപ്പോൾ നമ്മൾ വെളിയിലത്തെ ബ്രഷും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്ക് സൈഡ് മൊത്തം ഡ്രൈ ആയതിനു ശേഷം നമുക്ക് വാട്ടർ ചേഞ്ച് ചെയ്യണം, മോപ്പ് ചേഞ്ച് ചെയ്തതിനു ശേഷം ഇവിടെയും അതുപോലെ തന്നെ വാഷ്റൂമും മോപ്പ് ചെയ്യുക. പിന്നെ എല്ലാ ബിന്നും, ഇപ്പോൾ ഫുഡ് ബിന്ന്, പേപ്പർ ബിന്ന്, ഗ്ലാസ് ബിന്ന്, ഓൾമോസ്റ്റ് നമ്മൾ ക്ലോസിംഗിൽ എത്തി. കഷ്ടിച്ചൊരു 45 മിനിറ്റ് മാത്രമേ ഉള്ളൂ. ഇന്ന് തിരക്കില്ലാത്ത നമുക്ക് 9:30 ക്ലോസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഓപ്പണിംഗ് ചെക്സ് കണ്ടവർക്ക് അറിയാം നമ്മൾ ഓപ്പണിംഗിന് എന്തൊക്കെ ചെയ്യുന്നത്. അതുപോലെ ക്ലോസിംഗിന്റെ സമയത്തും നമ്മുടെ സിസ്റ്റത്തിൽ ഇതുപോലെ കുറച്ച് PDF കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ റൂം ടെമ്പറേച്ചറും അതുപോലെ തന്നെ എല്ലാം ക്ലീൻ ചെയ്തു, സിങ്ക് ക്ലീൻ ചെയ്തു, ഗ്ലാസ് ക്ലീൻ ചെയ്തു, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതും ചെയ്യണം. അതുപോലെ തന്നെ ക്ലോക്ക് ഔട്ട് ചെയ്യണം. ക്ലോക്ക് ഔട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് റെസിപ്റ്റ് ഉണ്ട്. ഇതോ അവിടെ ഇരിക്കുന്ന ഒരു ട്രോളി ഉണ്ട്, അത് കാണാൻ പറ്റും. ആ ഒരു ട്രോളി നമുക്ക് ഇവിടെ കൊണ്ട് പ്ലേസ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഓപ്പണിംഗ് വീഡിയോസ് കണ്ടവർക്ക് അറിയായിരിക്കും. ആ സെയിം മെത്തേഡ് തന്നെ, ആ സെയിം സാധനങ്ങൾ തന്നെ നമ്മൾ ഇനി റിവേഴ്സ് ചെയ്യുക. അതായത് നമ്മൾ ഓപ്പണിംഗ് ചെയ്തപ്പോഴത്തേക്ക് എല്ലാം പുറത്ത് കൊണ്ടുവച്ചു, ലൈറ്റ് ഓൺ ചെയ്തു. ഇനി നമ്മൾ ഇവിടെ മോപ്പ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇതെല്ലാം അകത്ത് കൊണ്ടുവയ്ക്കുക, ലൈറ്റ് എല്ലാം ഓഫ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ബേസിക്കലി നമുക്ക് ചെയ്യാൻ. പുറത്തുള്ള എല്ലാ സാധനങ്ങളും അകത്ത് വെച്ചു, ഇൻക്ലൂഡിങ് ആ ട്രോളി ഉണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ള കുറച്ച് ക്ലോസിംഗ് ചെക്സ്. അതായത് ബേസിക്കലി നമ്മൾ ഫുഡെല്ലാം കറക്റ്റ് ആയിട്ടാണ് സ്റ്റോർ ചെയ്ത്, പഴകിയ ഫുഡെല്ലാം കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് ഫില്ല് ചെയ്യണം. അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് നമ്മൾ കട ക്ലോസ് ചെയ്ത് പുറത്തിറങ്ങിയിരിക്കുക. നമ്മുടെ ഷെഫ് ഇതാ പോവുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണമെന്നുണ്ടായിരുന്നു. ഇത് ഷോർട്സ് ആയതുകൊണ്ട് 3 മിനിറ്റ് നമുക്ക് എല്ലാം. ഷെഫ്, യു വാണ്ട് ടു സേ സംതിങ്? He is speaking in Italy. പുള്ളി ഏതാണ്ട് 20-25 വർഷത്തിന് മുകളിൽ എക്സ്പീരിയൻസ് ഉള്ളത് ഇറ്റലിയിൽ.